സംസ്ഥാനത്തിന്റെ ഭാവി അനുദിനം അപകടത്തിലേക്ക് നീങ്ങുകയാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ BRP ഭാസ്കർ പറഞ്ഞു. താഴെത്തട്ടുകളിലേക്ക് ധാരാളം അധികാരങ്ങൾ കൈമാറിയിട്ടുണ്ട്. പഞ്ചായത്തുകൾക്ക് ഇല്ലാത്ത തരത്തിലുള്ള അധികാരങ്ങൾ നൽകുന്ന നിയമങ്ങളുണ്ട്. അനധികൃത ക്രഷർ യൂണിറ്റുകൾക്കെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിൽ ജീവിക്കാൻ മാഫിയകളുടെ ഔദാര്യം വേണമെന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളതെന്നും അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എല്ലാം മറന്ന് ഒന്നിക്കണമെന്നും BRP ഭാസ്കർ പറഞ്ഞു. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന മാഫിയ ശക്തികളുടെ ഇടനിലക്കാരും കമ്മീഷൻ ഏജന്റുമാരുമായി ഭരണാധികാരികൾ അധപ്പതിച്ചിരിക്കുകയാണെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠൻ പറഞ്ഞു. ഇത് ജനങ്ങളുടെ ശക്തിയാണ്. ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഒരു ഭരണകൂടത്തിനും ഒരു നിയമത്തിനും ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനത്തിനും സാധ്യതയില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്നവർ പാവപ്പെട്ട ജനങ്ങളെ രണ്ടാം തരം പൌരന്മാരായി മാറ്റിയിരിക്കുകയാണെന്ന് ചെങ്കര ഭൂസമര നേതാവ് ലാഹ ഗോപാലൻ ആരോപിച്ചു. ഇവിടുത്തെ അപകടകാരികൾ അതോ ഇവിടുത്തെ ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ പഞ്ചായത്തുകളാണോ ഭരണാധികാരികളാണോ കോൺട്രാക്ടർമാരാണോ ഈ രാജ്യത്ത് ദോഷകരമായി ജനങ്ങളെ ഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് തിരിച്ചറിയാൻ ഇന്നൊരു ഉദാഹരണം തുടങ്ങി. സുപ്രീംകോടതി ഉത്തരവിലെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുക, സംരക്ഷിത നീർത്തട മേഖലകളിലെ ക്വാറികൾ നീക്കം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കലഞ്ഞൂർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത്. കലഞ്ഞൂർ പഞ്ചായത്തിലെ അഞ്ചുമുക്ക്, തിടി, തട്ടാക്കുടി, പൂമരുതിക്കുഴി, പാടം, മാങ്കോട്, എലിക്കോട്, കാരാക്കുഴി, അതിരുങ്കൽ എന്നീ മേഖലകളിലെ ജനങ്ങളാണ് അനധികൃത പാറമടകൾ മൂലം നരകയാതന അനുഭവിക്കുന്നത്. പാറമാഫിയകൾക്കെതിരെ ജാതിമത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യോജിച്ചുള്ള പ്രക്ഷോഭമാണ് ഏറെക്കാലമായി ഇവിടെ നടന്നുവരുന്നത്. സമരസമിതി കൺവീനർ TK ദാമോദരൻ അധ്യക്ഷനായി. ജനറൽ കൺവീനർ MG സന്തോഷ് കുമാർ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി തെക്കേടം സുദർശനൻ തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.